ദിലീപേട്ട നാസിക ദിലീപേട്ടന് അപ്പൊ ദിലീപേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നോ ക്യാൻഡിൽ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഞാൻ ആദ്യം വിഷയം Happy birthday to you. Happy birthday to you. Happy birthday dear Vandana. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. എല്ലാവരും കഴിച്ചോളൂ. അതെ, ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാം. എല്ലാവരും തോളത്ത് കഴിച്ചാൽ ഹാപ്പി ബർത്ത്ഡേ അപ്പ. അതെ, മാഷിക്ക് ഓൺ ബിഹാഫ് ഓഫ് അപ്പയ്ക്ക് കൊടുക്കുന്നതാണ് ദൈവം ഒരാൾക്ക്. അത് ഫുള്ള് കഴിച്ചോളൂ, കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ദാസേട്ടന് കേക്ക് തരണതായിട്ട് മനസ്സിൽ വിചാരിച്ചോണ്ട് ബിജുവിന് കൊടുക്കാം. ഈ കേക്കും കൂടി ഒന്ന് കട്ട് ചെയ്തേക്കാം. മമ്മ വേണം. അമര മമ്മ എല്ലാരും കൂടി എനിക്ക് തരില്ല. ഷുഗർ ഞാൻ തന്നെ കുറച്ച് വെള്ളവും ഇതിപ്പോ എന്റെ മധുരക്കുള്ളത് പോലെയൊക്കെ. അമ്മയാണ് വിളിക്കുന്നത്. എല്ലാ വിശിഷ്ടാതിഥികളും സീറ്റുകളിലേക്ക് തിരിച്ചു പോയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവേത് നമ്മളോട് യേശുദാസ് സാർ ഈ സമയത്ത് സംസാരിക്കും. എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇന്ന് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ഈ ജന്മദിവസത്തെ ആഘോഷമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ശക്തി ഊർജവും നൽകാൻ എല്ലാവരും ചേർന്ന് ഈ ചെയ്തതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടവനാണ്. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും. അതേസമയം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സംഗീതത്തെ ബഹുമാനിക്കുക. ആ സംഗീതമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. സംഗീതമില്ലെങ്കിൽ ഒന്നും, ശരീരത്തിന്റെ തുടിപ്പുകൾ പോലും സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ലോകത്തെ എല്ലാ നദികളാണെങ്കിലും കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സംഗീത അംശമുണ്ട്. ആ സംഗീതത്തെ
ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹോദരങ്ങളാണ്. ഒരു തരത്തിലും ജാതി മതഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എനിക്കിപ്പോ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലെത്തി എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതായിരിക്കും എനിക്ക് കൂടുതൽ കേക്കിനേക്കാൾ രുചിയുള്ള ഒരു ഇത് കേക്കിനേക്കാൾ രുചിയുള്ള ഒരു വസ്തുവായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലം എനിക്ക് അതായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മളുടെ സംഗീതത്തിലുള്ള അംശങ്ങളെ മനസ്സിലാക്കുക. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് സഹോദരമായി ഒരു തരത്തിലും മറ്റൊരു തരത്തില് വിദ്വേഷങ്ങളോ ജാതിയെ പറ്റിയോ ഇതെല്ലാം ഇല്ലാതെ ഒരു പ്രത്യേക ഒരു നമുക്ക് ഈ ലോകത്ത് തന്നെ സൃഷ്ടിക്കാൻ ഒക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് സംഗീതം വഴിയാണ് വരുന്നത്. സംഗീതത്തിനൊരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എന്നാണ് എൻ്റെ ജീവിത അനുഭവം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ലവരണം, ആരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം, ലോകം മുഴുക്കെ ശാന്തവും സമാധാനവും നിറഞ്ഞിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്തു.